കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 130-ലധികം CBSE സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. ലേബർ ഇന്ത്യ ആതിഥ്യമുള്ള മെഗാ വിദ്യാഭ്യാസ പ്രദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ പൂർത്തിയായതായി ലേബർ ഇന്ത്യ ചെയർമാൻ VJ ജോർജ് കുളങ്ങര വ്യക്തമാക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് വിദ്യാഭ്യാസ പ്രദർശനത്തിന് തുടക്കം കുറിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 11-ന് മന്ത്രി KM മാണി വിദ്യാഭ്യാസ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. CBSE സ്കൂളുകളെ കൂടാതെ ISRO, പ്രിയദർശിനി സയൻസ് ആൻഡ് ടെക്നോളജി പ്ലാനറ്റോറിയം, അമൃത മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ് കോതമംഗലം, ദന്തൽ കോളേജ് കോട്ടയം, മംഗളം എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റ് വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ, വിവിധ ബാങ്കുകൾ, വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവിടെയും സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വിഭാഗത്തിന്റെ സ്റ്റാളുകളും അനാട്ട്, അഡാട്ട് തുടങ്ങിയവരുടെ സ്റ്റാളുകളും പ്രദർശന വേദിയിൽ ക്രമീകരിച്ചിട്ടുള്ളതായി അധികൃതർ പറയുന്നുണ്ട്. രാവിലെ 9:30 മുതൽ 3 വരെയാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ക്രമീകരിച്ചിരിക്കുന്നത്. 3 മുതൽ 4 വരെ പൊതുജനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രദർശനം സൗജന്യമായി കാണാൻ അവസരം ക്രമീകരിച്ചിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറികൾക്ക് വിദ്യാഭ്യാസ പ്രദർശനത്തിന് പുസ്തകങ്ങൾ വാങ്ങുന്ന ക്രമീകരണവുമുണ്ട്. പ്രത്യേക ഓഫറുകളോടെയാണ് പ്രസാധകർ വേളയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് രഘുനാഥപിള്ള അധ്യക്ഷത വഹിക്കും. ഡോക്ടർ AV ജോർജ്, മോൻസ് ജോസഫ് MLA, ലേബർ ഇന്ത്യ ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് കുളങ്ങര എന്നിവർ സമ്മേളനത്തിൽ പ്രസംഗിക്കും. നവംബർ 2-ന് 3-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ VN രാജശേഖര പിള്ള, ISRO പ്രോജക്ട് ഡയറക്ടർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. നവംബർ 2-ന് 3-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുൻ വൈസ് ചാൻസലർ VN രാജശേഖര പിള്ള മുഖ്യ അതിഥിയായി പങ്കെടുക്കും.